നിങ്ങൾക്ക് 2 കോയിൻ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ സാധാരണ ട്രിക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് നീ കൈ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കോയിൻ നിൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 കോയിൻ കാണാമല്ലോ, നിങ്ങളുടെ ടേബിളാണ്. അപ്പം ഞാൻ ഈ ടേബിളിൻ്റെ അടിയിൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് കൈ പ്ലേസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കോയിൻ കാണാൻ പറ്റും. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ക്ലാസ്സിൽ വയ്ക്കാം, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഈ ഇരിക്കുന്ന കോയിൻ അടുത്ത സെക്കൻഡിൽ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് വാനിഷായി പോയി ടേബിളിൻ്റെ അകത്ത് കൂടെ പോയി പതുക്കെ താഴെ. മസ്താനിക്കിപ്പോൾ അറിയാം എന്താ, ഇവിടെ നമുക്ക് 4 കാർഡ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, എൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന 4 കാർഡ് ക്വീൻസ് ആണെന്ന് മസ്താനിക്ക് അറിയാം. ഇനി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അവന്മാർ ഞാൻ ഈ പലരും ചെയ്യുന്ന മാജിക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അവന്മാർ ഈ പെഡൽ പ്രസ് ചെയ്തിട്ട് പറയും ഇത് ഇല്യൂഷനാണ്, ഇതിൻ്റെ അകത്ത് കാർഡില്ല എന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ കാർഡും കാണാൻ പറ്റും. ഇതൊന്നും മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാ കാർഡും മാറിയ പോലെ തോന്നും. ഇപ്പം ഞാനിത് ആദ്യം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. നമ്മൾ ഏതെങ്കിലും റാൻഡം കാർഡ് എടുത്തെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ആ കാർഡ് നോക്കുന്നില്ല, മസ്താനി ഇരിക്കുന്ന കാർഡ് നോക്കുക. അപ്പം ഞാനിരിക്കുന്ന കാർഡ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പം എനിക്ക് ഇതിൻ്റെ ഫീൽ കിട്ടും. വൺസ് ഈ ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതേ സെയിം സാധനം ലെറ്റ്സ് ഇപ്പോൾ ഇതൊരു ക്വീൻ ആണെങ്കിൽ ഇനി ബാക്കി ഡെക്കിൻ്റെ അകത്ത് ഒരു 3 ക്വീനും കൂടെ കാണും. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചിരിക്കുന്ന ബാക്കി ഇരിക്കുന്ന ഇപ്പം ഈ സെയിം സ്യൂട്ടായിരിക്കും ഞാൻ വീണ്ടും കണ്ടുപിടിക്കുന്നത്. ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫീലിലാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്. ഈ ഫീൽ കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അതാണ് കാണുന്നത്. ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, ഞാനിപ്പം ഈ ഇരിക്കുന്ന കാർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാം ഒരേ സ്യൂട്ട് കണ്ടുപിടിക്കുന്നത്. എന്ത് പറ്റി? ഒരു സെക്കൻഡ്, ഞാൻ ഒരേ സ്യൂട്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞു, ഞാൻ ആക്ച്വലി ഏസാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് 4 കാർഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ ഇവിടുന്ന് കാർഡ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. മസ്താനിക്ക് ഇഷ്ടമുള്ള എപ്പോഴെങ്കിലും എടുത്ത് സ്റ്റോപ്പ് പറയാം, പെട്ടെന്ന് പറയാം. മതിയോ? വേണമെങ്കിൽ ഞാൻ 1, 2 കാർഡ് കൊണ്ട് എടുക്കാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാർഡ്. ഈ മസ്താനിക്ക് ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞ് കുറച്ചും കൂടെ കാർഡ് വീണനെ എടുത്ത് അത് ഞാൻ ഇടാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേണ്ട, നീ അവിടെ തന്നെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നിർത്തിയത്. പക്ഷേ ഇവിടെ 10 വരെ നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ ഇട്ടർക്ക് ആദ്യം കാണുന്ന സമയത്ത് ആ മജീഷ്യൻ 4 കാർഡ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന ഓരോ കാർഡും 10s ആയിരുന്നു. അപ്പോൾ അയാൾ എന്തോ ഒരു ഉറപ്പുണ്ടെന്ന് അറിയാം. നോക്ക്, മസ്താനി ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് പറ, ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്. മതിയോ? ഇതെടുക്കട്ടെ. മസ്താനി എവിടെയാണോ പറയുന്നത് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പം 1, 2, 3, 4, 5, 6, 7. അപ്പൊ രണ്ടാമത്തെ മസ്താനി ഫുൾ റെഡിയാണ്. 1, 2 കറക്റ്റ് 7. ഈ 7 വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. നമ്മളിതിങ്ങനെ പതുക്കെ സ്നാപ്പും ഈ 10 ഓരോന്ന് 7 കേട്ടോ. ഇത് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മൾ എത്ര കുഞ്ഞാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈ മാജിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വാ പൊളിച്ച് നിൽക്കും. എനിക്ക് പേഴ്സണലി എനിക്ക് ഏതൊരാൾ വന്ന് മാജിക് കാണിച്ചാലും ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ലെവൽ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഗസ്റ്റാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ക്ലോസപ്പ് മാജിക്കിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശ്. ഹലോ, സന്തോഷം, നമസ്കാരം, വെൽക്കം. ഓക്കെ, ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മാജിക് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രായഭേദമന്യ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു സാധനമാണ്. പെട്ടെന്ന് ഒരാളിപ്പോൾ എവിടെയെങ്കിലും ഒരു മാജിക് കാണിക്കുകയാണെങ്കിൽ ആൾക്കാരിങ്ങനെ നോക്കും. അത് ആകാംക്ഷയോടുകൂടി നോക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇവന്റെ ട്രിക്ക് പൊളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്നത്. അത് ശരിയാണ്. ശരിക്കും മാജിക്കിന്റെ അകത്ത് ബാക്കി എല്ലാ സംഭവം നമ്മളിപ്പോൾ പാട്ടാണെങ്കിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇത് ചെയ്യണം നമ്മളൊരു ഹൈപ്പിച്ച് പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പിന്നെ ഒരു കൈയിടി. പക്ഷെ മാജിക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗുഡ്നെസ് ഉള്ള സീക്രട്ട് നമുക്ക് പറയാനും പറ്റില്ല. ആൾക്കാർ ഒരു പോയിന്റ് ഒരു 80% ഡിഫെൻസീവ് ആയിരിക്കും, ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണ്. പക്ഷെ അത് മറികടന്ന് നമ്മൾ അപ്പുറത്തോട്ട് എത്തുമ്പോഴായിരിക്കും ഒരു ചെറിയൊരു ചിരി, ചെറിയൊരു സന്തോഷം ഫോർ ഈവൻ 10 minutes. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. അല്ലാണ്ട് ആരുടെയും ഞാൻ നിങ്ങളെക്കാട്ടി സ്മാർട്ടാണ്, നിങ്ങൾ എന്നെ കാട്ടി മീൻസ് അങ്ങനെ ഒരു ഈഗോ ഒരു സംഭവങ്ങളൊന്നുമില്ല. ടിപ്പിക്കലി ഒരു എൻ്റർടൈൻമെൻറ്റ് ടൂൾ അത്ര മാത്രമേ ഉള്ളൂ. ക്ലോസപ്പ് മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒബ്ജക്ട്സ് മീൻസ് നമ്മൾ സാധാരണ ഈ അപ്പാരൻറ്റ് മീൻസ് വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലാണ്ട് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മളും ആ കാണുന്ന 1, 2 പേരാണെങ്കിൽ ആ ഒരു ഇൻറ്റിമേറ്റ് കണക്ഷൻ കിട്ടുന്ന ഒരു സാധനം മീൻസ് അങ്ങനെയാണ് പൊതുവേ ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്നത്. ഒരു ക്ലോസ് സർക്കിൾ, ഒരു 10, 50 പേര് നിന്ന് കാണുന്ന അടുത്തിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനെയാണ് പൊതുവേ ടിപ്പിക്കലി സാധനം ഫ്രെയിം ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ലക്കിയാണ് അങ്ങനെ ഒരു ആർട്ട് ഫോം കണ്ടിന്യൂ ചെയ്യുന്നതിൽ, അത് പ്രസന്റ് ചെയ്യുന്നതിൽ. എന്തായാലും ഒരു ഇൻട്രോ പറഞ്ഞ് നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല.
നമുക്ക് ഇപ്പൊ പാട്ട് പാടുന്ന ആളാണ് നമ്മൾ ഓഫ് കോഴ്സ് പാട്ട് പാടിച്ചിട്ട് ഇന്റർവ്യൂ തുടങ്ങാറുള്ളൂ. അതേപോലെ തന്നെ ഒരു മാജിക് ഒക്കെ ചെയ്യുന്ന ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിച്ചിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനം ട്രൈ ചെയ്യും. എൻ്റെ കയ്യിൽ കുറേ കാർഡ്സ് ഇരിപ്പുണ്ട്, കയ്യിൽ കാണാമല്ലോ. ഇത് രണ്ട് പോസിബിലിറ്റി, ഏതൊരു എൻറ്റയർ കാർഡ് മൊത്തം കാർഡ് റെഡ് ആണ് അല്ലെങ്കിൽ മൊത്തം കാർഡും ബ്ലൂ ആണ്. ഈ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. രണ്ട് കളർ കാർഡ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ, നോക്കി കാണാം. ഇപ്പം ഞാൻ മസ്താനിയോട് ചോദിക്കുന്നത് റെഡ് ആണോ ബ്ലൂ ആണോ വേണ്ടത്. ടിപ്പിക്കലി ഇപ്പം മസ്താനി ബ്ലൂ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ റെഡ് എടുക്കാം, മസ്താനി റെഡ് പറയുമ്പോൾ ഇല്ല ഞാൻ ബ്ലൂ എടുക്കാം. ആ പരിപാടിയൊന്നുമില്ല. മസ്താനി ഏതാണോ പറയുന്നത് അതായിരിക്കും മസ്താനി ചൂസ് ചെയ്യുന്നത്. റെഡ് പറഞ്ഞാൽ മസ്താനിക്ക് റെഡ്, ബ്ലൂ പറഞ്ഞാൽ മസ്താനിക്ക് ബ്ലൂ. ഏതാ വേണ്ടത് കളർ? ബ്ലൂ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. വേണ്ട. എൻ്റെ ബ്ലൂ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ഇത് 50-50. ഇപ്പം എന്ത് പറയാം, റെഡ് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയാം, ഈ ഇരിക്കുന്ന ബ്ലൂ കാർഡ് മൊത്തം ഇടുന്ന സമയത്ത് മൊത്തം റെഡ് ആക്കാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഈ പരിപാടി പോകുന്നത്. സോ നിങ്ങൾക്ക് ഇരിക്കുന്ന എൻറ്റയർ കാർഡ്സ് മൊത്തം കാണാൻ പറ്റും. ഇതൊരു നോർമൽ ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ് ആണ്. നമ്മൾ ഈ ഇരിക്കുന്ന കാർഡായിരിക്കും നമ്മൾ ആക്ച്വലി മാജിക്കിന് യൂസ് ചെയ്യുന്നത്. വലിയ പ്രത്യേകത ഒന്നുമില്ല. നമ്മളാകെ ഞാൻ ആദ്യം പഠിച്ച ട്രിക്കാണ് കേട്ടോ, അപ്പോൾ എനിക്കത് ഭയങ്കര പേഴ്സണലാണ്. സോ നമ്മൾ ഈ ട്രിക്കിൻ്റെ അകത്ത് ആകെ യൂസ് ചെയ്യുന്ന കുറച്ച് കാർഡ്സ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ സീ ഓൾ ദ കാർഡ്സ്. രണ്ട് കാർഡ് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. 4 കാർഡ്. നമുക്ക് 2 ബ്ലാക്ക് ഉണ്ട്, 2 റെഡ് ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഈ ട്രിക്കിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് 4 കാർഡുള്ള കാര്യം നമുക്കറിയാം. ഫൈൻ. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ബ്ലാക്ക് പതുക്കെ ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം അടുത്തെടുക്കാൻ പോകുന്ന ബ്ലാക്ക് ആണെങ്കിൽ ഞാൻ താഴെ വയ്ക്കും. ഇത് എടുക്കുന്ന മൊമെൻറ്റിൽ ഈ സാധനം ചേഞ്ച് ആവും. സ്പീഡ് കൂടി പോയി പണ്ടാരം. ഞാൻ പതുക്കെ എൻ്റെ പ്രശ്നം ഞാൻ ആക്ച്വലി ഇത് പതുക്കെ ചെയ്യാനുള്ളതായിരുന്നു. മസ്താനിക്ക് ഇപ്പോൾ അറിയാം എന്താ, ഇവിടെ നമുക്ക് 4 കാർഡ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ. എൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന 4 കാർഡ് ക്വീൻസ് ആണെന്ന് മസ്താനിക്ക് അറിയാം. ഇനി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവന്മാർ ഞാൻ ഈ പലരും ചെയ്യുന്ന മാജിക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അവന്മാർ ഈ പെഡൽ പ്രസ് ചെയ്തിട്ട് പറയും ഇത് ഇല്യൂഷനാണ്, ഇതിൻ്റെ അകത്ത് കാർഡില്ല എന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ കാർഡും കാണാൻ പറ്റും. ഇതൊന്നും മാത്രമല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കാർഡും മാറിയ പോലെ തോന്നും. ഇപ്പം ഞാനിത് ആദ്യം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാര്യം ഒന്ന് നമുക്ക് മാജിക് അറിയാം. കാര്യം ഒന്ന് ഈ പുള്ളിക്കാരെ പണ്ടരടങ്ങി എല്ലാ കാർഡ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആ ക്വീൻ എവിടെ പോയി നമ്മൾ ആലോചിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നല്ല, ഈ 4 ക്വീൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്നാണ് ദേഷ്യം വരുന്നുണ്ടല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചില മെജീഷ്യൻസ് ഉണ്ട്, അവരിങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ കളർ മാറ്റി. എനിക്കത് എങ്ങനെയെന്നും അറിയില്ല. ഇങ്ങനെ എന്താ പറയുക, ഈ മാജിക് കാർഡ്സ് ഇച്ചിരി പോലെ ഉള്ളെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്ത് പറയുന്നത്, ഇപ്പം കുറേ പഴയ ട്രിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നിങ്ങനെ തട്ടിത്തൂത്തെടുക്കാറാണ് സാധാരണ പതിവെന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാർഡ് പിക്ക് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സങ്കടം. എന്നിട്ട് കാര്യം ചെയ്യാം, മസ്താനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാർഡിനകത്ത് ടച്ച് ചെയ്യാം. സ്റ്റോപ്പ് എവിടെയെങ്കിലും പറയാമോ? തീരുന്നതിന് മുമ്പ് സ്റ്റോപ്പ് പറയണം കേട്ടോ. ഓക്കെ. സ്റ്റോപ്പ്. ഉത്തര ഉഷാറാണല്ലോ. നോക്കിയോ, കാർഡ് മസ്താനിക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും വെച്ചോ മസ്താനി? ഇതിൻ്റെ അകത്ത് വെച്ചോ. ഓക്കെ. സോ മസ്താനി ഇപ്പം ഈ കാർഡ് നമുക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററിലുണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന്, ഞാൻ ഈ കാർഡ് മൊത്തം എടുത്ത് സ്പ്രെഡ് ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നായാലും എനിക്കിതിപ്പം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ചില എൻ്റെ ഫ്രണ്ട്സ് വരയ്ക്കുന്ന അവർ പതുക്കെ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കാർഡ് ടോപ്പിൽ കൊണ്ടുവരുന്ന വിദഗ്ധന്മാരുണ്ട്. പക്ഷെ നമുക്കത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. കാര്യം നമുക്കിത് ഏത് അവരുടെ കാർഡെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് ഇരിക്കുന്ന 4 കാണാൻ പറ്റും, ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അല്ല, ഇപ്പം ചിലർ പറയും ഇപ്പം ഞാൻ കാർഡൊന്നും മാറിയിട്ടൊന്നുമില്ല, ഇതൊന്നുമില്ല, ഞാൻ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അകത്ത് ഇങ്ങനെ കുറേ നല്ല സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മസ്താനി 6 പറയുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു? ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം മസ്താനിക്ക് ഇരിക്കുന്ന 6 കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന 6 ഓൾമോസ്റ്റ് ഇതിപ്പം എത്രാമത് ഇരിക്കുന്നതെന്ന് മസ്താനിക്ക് അറിയാമോ? ഓൾമോസ്റ്റ് സെൻറ്ററിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഓൾമോസ്റ്റ് സെൻറ്ററിൽ ഇരിക്കുന്ന ഈ സാധനം നമ്മളിങ്ങനെ പതുക്കെ ആക്കുമ്പോൾ ഇവിടെ വരുന്നതിൽ കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പുറത്തോട്ട് വരും. അത് കൊള്ളായിരുന്നല്ലേ? അത് കൊള്ളാം. ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ ചില സമയത്ത് എനിക്ക് ഈ ചില കുറച്ച് ട്രിക്സുകൾ നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ട്രിക്സുകളുണ്ട്. ഇപ്പം നമ്മൾ ഓഡിയൻസ് ഒരു കാർഡ് എടുത്തു, നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന കാർഡ് പതുക്കെ എടുക്കും. എടുത്തതിന് ശേഷം നമ്മൾ ഡെക്കിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററിൽ വയ്ക്കും. എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാൻ അവസ്ഥ മതിയല്ലോ. ഓക്കെ. വൺസ് സ്റ്റോപ്പ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇരിക്കുന്ന 2 കാർഡ് വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കുന്നതെന്ന് പറയും. അപ്പോൾ എനിക്ക് സാധാരണ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതിന് മുമ്പ് സാധനം പറഞ്ഞ് ചെയ്യാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെക്ക് സെൻറ്ററിലാണ് ആ കാർഡ് ഇരിക്കുന്നത്, നമ്മൾ കറക്റ്റ് സ്കിൽഫുള്ളി കട്ട് ചെയ്ത് ടോപ്പിൽ കൊണ്ടുവരും. അപ്പോൾ സാധനം ഇവിടെ എത്തും. ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഈ സാധനം ഇപ്പുറത്തോട്ട് വരും. ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. ഇതൊക്കെ ഞാനൊന്നും കൂടെ ചെയ്യാം. ശ്രദ്ധിക്കാത്ത ഈ ഇരിക്കുന്ന 6 ആണല്ലോ. ഞാനിപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ക്വീനില്ല നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ ഈ ഇരിക്കുന്ന 6 ഡെക്കിൻ്റെ സെൻറ്ററിൽ പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ നടക്കുന്നതെന്ന്. 1, 2 and 3.
രസമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കെസിനോയിൽ പോയിട്ട് നമ്മൾ കെസിനോയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കെസിനോയിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ബിഗ് പൂൾ ഓഫ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ടേൺ ചെയ്യുന്ന മണി നിങ്ങൾ ബെറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ പൈസ കൊണ്ട് പോകും, അല്ലെങ്കിൽ കയ്യിൽ വന്നത് പോകും. മിക്കപ്പോഴും കയ്യിൽ വന്നത് പോകാനും ദർ ആർ സ്കിൽഫുൾ പ്ലേയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെജീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, ഗാംബ്ലേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ കാർഡ് സ്കിൽഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ. മീൻസ് എനിക്ക് ആവശ്യമുള്ള സാധനം ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് എത്തിക്കണം. ആ ഒരു മൊമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാളുടെ ലൈഫ് അങ്ങ് മാറ്റാൻ പറ്റും. അപ്പോൾ അവരാണ് ഗാംബ്ലേഴ്സ്. കാര്യം അവർ മാജിക്കിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് സീക്രട്ട് ആയിട്ട് വെച്ചിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്യും ടേബിളിൽ. ബാക്കി ആൾക്കാർ മെജീഷ്യൻസ് ഇത് ഈ സ്കില്ല് തന്നെ ഉണ്ട്, പക്ഷെ അവർ എൻ്റർടൈൻമെൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗാംബ്ലിങ്ങിൻ്റെ അകത്ത് വരുന്ന വലിയൊരു എന്താ പറയുന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ ഒരു ടൈമിൽ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാർഡ് ഡീൽ ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ നമുക്ക് ഓഡിയൻസിന് മനസ്സിലുള്ള ഒരു കാർഡ് ഡീൽ ചെയ്യാനായിട്ട്. അപ്പം അത് ടിപ്പിക്കലി രസമുള്ളൊരു പരിപാടി. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കാർഡ് ടച്ച് ചെയ്ത് ഫീൽ ചെയ്താലൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയും. അപ്പം എന്നൊന്ന് മസ്താനി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് ലെറ്റ്സ് നമ്മൾ ഏതെങ്കിലും റാൻഡം കാർഡ് എടുത്തെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ആ കാർഡ് നോക്കുന്നില്ല, മസ്താനി ഇരിക്കുന്ന കാർഡ് നോക്കുക. അപ്പം ഞാനിരിക്കുന്ന കാർഡ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പം എനിക്ക് ഇതിൻ്റെ ഫീൽ കിട്ടും. വൺസ് ഈ ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതേ സെയിം സാധനം ലെറ്റ്സ് ഇപ്പോൾ ഇതൊരു ക്വീൻ ആണെങ്കിൽ ഇനി ബാക്കി ഡെക്കിൻ്റെ അകത്ത് ഒരു 3 ക്വീനും കൂടെ കാണും. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചിരിക്കുന്ന ബാക്കി ഇരിക്കുന്ന ഇപ്പം ഈ സെയിം സ്യൂട്ടായിരിക്കും ഞാൻ വീണ്ടും കണ്ടുപിടിക്കുന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫീലിലാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്. ഇത് പോകുമ്പോൾ ഇത് ബുദ്ധിമുട്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർഡിൻ്റെ അകത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുമല്ലേ. അപ്പം ഈ 50 കാർഡിൻ്റെ അകത്ത് ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഈ സെയിം ഈ ഫീൽ കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും അതാണ് കാർഡെന്ന്. ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഞാനിപ്പം ഈ ഇരിക്കുന്ന കാർഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാം ഒരേ സ്യൂട്ട് കണ്ടുപിടിക്കുന്നത്. എന്ത് പറ്റി? ഒരു സെക്കൻഡ്, ഞാൻ ഒരേ സ്യൂട്ട് കണ്ടുപിടിക്കുന്ന പറഞ്ഞു. ഞാൻ ആക്ച്വലി ഏസാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ആക്ച്വലി ഗാംബ്ലേഴ്സിന്റെ കാര്യം. നമുക്കിപ്പം ഏതെങ്കിലും ഒരു സ്യൂട്ട് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നിങ്ങൾ കണ്ട കാർഡ് ഇപ്പം ഞാൻ ഈ ഡെക്കിൻ്റെ അത് തുടക്കത്തിലെ കുറച്ച് കാർഡ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കിങ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ യാതൊരു പോസിബിലിറ്റി ഇല്ല. കാര്യം നിങ്ങൾ ഡെക്കിൻ്റെ കണ്ട ഈ ഇരിക്കുന്ന ഡെക്കിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി എൻ്റെ അകത്ത് വേറൊരു കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ ഡെക്കിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുള്ള സാധനം. അത് പഴയൊരു ട്രിക്കാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഈ ഫോറിൻ മെജീഷ്യൻസിനെ കുറച്ചുപേരെ ഫോളോ ചെയ്യും. എൻ്റെ അകത്ത് നിന്ന് ഈ ബെബേൽ എന്ന് പറയുന്നൊരു മെജീഷ്യൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പോസിബിലിറ്റി ഇല്ല, ഞാൻ അതുപോലെ പറഞ്ഞുതരാം. ഒരു പഴയ ഫിസിം വിന്നറാണ്. അപ്പം അയാൾ ട്രിക്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞൊരു, ഞാൻ ഈ അയാളെന്ന് പറഞ്ഞ റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, സ്ലാങ്ങിൽ ഇത് ശീലമായി പോയതുകൊണ്ടാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ട്രിക്കുകളൊക്കെ നമുക്ക് ഡൗൺ ടു ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് 4 കാർഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ ഇവിടുന്ന് കാർഡ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. മസ്താനിക്ക് ഇഷ്ടമുള്ള എപ്പോഴെങ്കിലും എടുത്ത് സ്റ്റോപ്പ് പറയാം, പെട്ടെന്ന് പറയാം. മതിയോ? വേണമെങ്കിൽ ഞാൻ 1-2 കാർഡ് കൊണ്ട് എടുക്കാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. മതി എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ സമയം ശരിയല്ലാന്ന് തോന്നുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാർഡ്. മസ്താനിക്ക് ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞ് കുറച്ചും കൂടെ കാർഡ് വീണനെ എടുത്ത് അത് ഞാൻ ഇടാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേണ്ട, നീ അവിടെ തന്നെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നിർത്തിയത്. പക്ഷേ ഇവിടെ 10 വരെ നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ ഇട്ടർക്ക് ആദ്യം കാണുന്ന സമയത്ത് ആ മെജീഷ്യൻ 4 കാർഡ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന ഓരോ കാർഡും 10s ആയിരുന്നു. അപ്പോൾ അയാൾ എന്തോ ഒരു ഉറപ്പുണ്ടെന്ന് അറിയാം നോക്ക്. അതും നമ്മുടെ ഓഡിയൻസ് പറയുന്ന നമ്പറാണ് ഇട്ടത്, നമ്മൾ പോലും ചിന്തിക്കുന്നതല്ല. നിങ്ങൾ അതും കൂടെ ആലോചിക്കണം. അപ്പം ഞാൻ ഈ പോയിന്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ 10 കാർഡ്, ഇയാളിത് 10 മാറ്റി, ഒരെണ്ണമെങ്കിലും തെറ്റാൻ പറ്റില്ല. 4 10 ആണെങ്കിൽ ഹി വാസ് ഡാം ഷുവർ അത് തന്നെ ആയിരിക്കും വരുന്നത്. മസ്താനി ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് പറ, ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്. മതിയോ? ഇതെടുക്കട്ടെ? ഓക്കെ. ഒന്ന് മസ്താനി ആലോചിക്കേണ്ടത്, മസ്താനി എവിടെയാണോ പറയുന്നത് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇപ്പം 1, 2, 3, 4, 5, 6, 7 ഇതിനൊരു പോസിബിലിറ്റി ഇല്ല. കാര്യം ഒരു റൗണ്ട് ഞാൻ മസ്താനിക്ക് മാജിക് ചെയ്തു. അപ്പം മസ്താനിക്ക് അറിയാം ഇങ്ങോട്ടാണ് ഇതിന്റെ ട്രജക്ടറി എന്ന് അറിയാം. അപ്പം രണ്ടാമത്തെ മസ്താനി ഫുൾ റെഡിയാണ്. 1, 2 കറക്റ്റ് 7. ഈ 7 വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. നമ്മളിതിങ്ങനെ പതുക്കെ സ്നാപ്പും ഈ 10 ഓരോന്ന് 7 കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ട സമയത്ത് ഞാൻ എൻ്റെ ദൈവമേ, എനിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ്. അയാളൊരു നല്ല ട്രിക്കല്ലേ, എങ്ങനെയാണെന്ന് അറിയണോ? ഞാൻ പറഞ്ഞുതരില്ല. ഓക്കെ. സോ അപ്പം ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല സാധനങ്ങളുണ്ട് ഈ പുള്ളിക്കാരനത്. ഇവർ ടിപ്പിക്കലി ചെയ്യുന്ന പറഞ്ഞാൽ ഇവർക്കൊരു 52 കാർഡും ഒരു പോക്കറ്റിലായിട്ട് ഇവർ വന്നിട്ടായിരിക്കും ഇവർ സ്റ്റേജിലോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ബാക്കിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവരൊക്കെ കാർഡ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അയ്യോ, അത് നമുക്ക് ആക്ച്വലി നമ്മൾ സ്ഥിരം ഈ പരിപാടി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, അത് പോയി. സോ അപ്പം ഇതിൻ്റെ അകത്ത് ചിലരൊക്കെ നമുക്ക് ചോദിക്കുന്നില്ല. ഇപ്പം എനിക്ക് ആക്ച്വലി കാർഡും കൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഞാൻ തന്നെ ഇരുന്ന് സംസാരിച്ചാൽ മതിയല്ലോ എന്ന്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇഷ്ടമുള്ളൊരു കാർഡ് മസ്താനി പറയാം, ഏതെങ്കിലും ഒരെണ്ണം. മറ്റേ ഹാർട്ട്. ഓക്കെ, ഇഷ്ടംപോലെ ഹാർട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തുടങ്ങായിരുന്നു.
4 വലിയ ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനത് മാജിക്കായിട്ട് പറഞ്ഞുതരായിരുന്നു. മാജിക് ഓക്കെ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് കോൺട്രാസ്റ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ്റെ മാജിക് കേട്ടോ. നമ്മൾ പൊതുവേ മാജിക് ചെയ്യുമ്പോൾ ഇത് ആരുടെ മാജിക്കാന്ന് പറയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് പോയി ടൈപ്പ് ചെയ്ത് നോക്കാമല്ലോ. ഇറ്റ്സ് ഓക്കെ, ആർട്ട് ഫോമാണ്, ഐ ഡോണ്ട് കെയർ. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ എൻ്റർടൈൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഇതിൽ നമ്മളെല്ലാവരും മാജിക് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ ഇരുന്ന് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ചിലർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എടാ നമ്മളിത് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇയാളിത് എങ്ങനെ ഇത് ചെയ്യുന്നത് മീൻസ് അങ്ങനെ തോന്നിയൊരു മൊമെൻ്റ് എന്ന് വെച്ചാൽ 2 ക്വീനും ഒരു 4 മാത്രമേ ഉള്ളൂ. ആകെ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന 4 ട്രാക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന ക്വീൻ അല്ലാതെ എല്ലാം വെറുതെയാണ്. ഈ ഇരിക്കുന്ന കാർഡ് മാത്രം ട്രാക്ക് ചെയ്യാം. റെഡിയാണ് അവസ്ഥ. ആക്ച്വലി കറക്റ്റ് കാർഡിൽ തന്നെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ 2 ഇങ്ങനെ ഇരിക്കേണ്ടി വരും. സാരമില്ല, ഇത് ഇവിടെ ഒന്നും തീരുന്നില്ല. ഞാനൊരു കാര്യം, ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇവിടെ വെക്കാം. ആ ഇരിക്കുന്ന അടുത്ത ക്വീൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇതെല്ലാം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം ഉണ്ട്, എവിടെയാണ് ആ 4 ഇരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇവിടെ ഉണ്ട്, 4 അവിടെ മാത്രമല്ല 4 ഇവിടെയുണ്ട്, 4 അവിടെ മാത്രമല്ല 4 ഇവിടെയുണ്ട്. ഈ പുള്ളിക്കാരെ സ്ക്രീനിലാണ്, അല്ലെങ്കിൽ പിടിച്ചിടിച്ച് തന്നെ കയറി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ കാർഡ് പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് പോവാണ്. കാരണം എന്താ, ഇതിൻ്റെ അകത്ത് ആകെ 2 കാർഡ് ഫ്രണ്ട് തുടക്കത്തിൽ ഇതിനകത്തുണ്ടായിരുന്നു. ആകെ 2 ഈ ക്യൂൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ഈ ട്രിക്കൊക്കെ ഫസ്റ്റ് കാണുന്ന സമയത്ത് അയ്യോ നമുക്ക് വട്ടാവും കേട്ടോ. എനിക്ക് അല്ലേ അയ്യോ ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആക്ച്വലി. ഇങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നത്, ചിലരിത് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസം. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ഇൻസ്പയർഡ്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നുണ്ട് ഒരാളാണ്. കാരണം ഒരു നമ്മളിപ്പോൾ കാർഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എലഗൻസ് വേണമെന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സീരിയസ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു കാർഡിനെ ത്രൂ ഔട്ട് എടുക്കാം കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ അമൃതയിൽ പോയപ്പോൾ അവരൊരു കാർഡ് സൈൻ ചെയ്തായിരുന്നു, അതായിരിക്കുന്നത്. അപ്പം ഇത് അവർ സൈൻ ചെയ്ത കാർഡായിരുന്നു 26 എലീന. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്ന് ചെയ്ത സെയിം ആ ട്രിക്ക് കണ്ട അയ്യോ അത് നല്ല രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് നമ്മളിങ്ങനെ കറക്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിൽ പോകും, നമുക്ക് പോകുന്ന കാണാൻ പറ്റും. ഈ പോകുന്ന കണ്ടതിനേഷൻ നമുക്ക് എൻ്റെ ഡെക്ക് മൊത്തത്തിലുണ്ടല്ലോ, അവരിങ്ങനെ പതുക്കെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സൈനിൻ്റെ കാർഡ് ടോപ്പിലോട്ട് കൊണ്ടുവരും. ഇതെങ്ങനെയെന്നല്ലേ എനിക്കറിയാം, കാരണം എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ പോകുന്ന കാണാൻ പറ്റും, എന്നിട്ട് എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും, എന്നിട്ട് അവരിങ്ങനെ ആക്കുന്ന സമയത്ത് ടോപ്പിലോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്കത് 1-2 തവണ കഴിയുമ്പോൾ നമുക്ക് മാജിക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ആവുമ്പോൾ നമുക്ക് ആക്ച്വലി മാജിക് എൻജോയ് ഒന്ന് സ്നാപ്പ് ചെയ്യാം അത് സത്യം പറയാമല്ലേ. മീൻസ് ഒരു ക്ലോസ് അപ്പ് മാജിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നമ്മൾ മാജിക് ചെയ്യാൻ നമ്മുടെ ഓഡിയൻസ് ആരാണോ കാണുന്നത് അവരാണ് ആക്ച്വലി നമുക്കൊരു തരുന്നത്. എൻ്റെ ഭയങ്കര ഡ്രീമാണ് ഇങ്ങനെ ഒരു ക്ലോസിൽ നിന്നിട്ട് ഞാൻ ശരിക്കും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഉള്ളിൽ തട്ടിയിട്ട് തന്നെ പറയാം. നമുക്ക് ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഒരാൾക്ക് മാജിക് ചെയ്ത് ഇത്ര അടുത്തെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ രാത്രി സ്വപ്നം കാണും, നോക്കി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റണം, ഇന്നൊക്കെ എങ്ങനെയെങ്കിലും പറയാം. അപ്പം എൻ്റെ ഗേൾഫ്രണ്ടൊക്കെ ആണെങ്കിൽ അവർ പുള്ളിക്കാരിയൊക്കെ പറയും, എടാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യും. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ കല്യാണം ഒക്ടോബറിലാണ്. അപ്പോൾ പുള്ളിക്കാരി ഇന്നിപ്പോൾ വരുന്ന സമയത്തും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഞാൻ ഇൻ്റർവ്യൂവിൽ വന്ന് കാണണമെന്ന്. കാര്യം കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. മീൻസ് എല്ലാ അമ്മമാരും ടിപ്പിക്കലി കഷ്ടപ്പെടല്ലാണ്ട് ഇറ്റ്സ് നോട്ട് കേക്ക് വോക്ക്. നമ്മൾ സുഖമായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നടക്കുന്നില്ല. അപ്പം അന്ന് കുറേ പേരൊക്കെ അമ്മയുടെ അടുത്ത് പറയുന്നത് ഇവനെ മാജിക് ഒന്നും ചെയ്യിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, പഠിത്തത്തിന് വിട് കുശലേ, അല്ലെങ്കിൽ ഇവൻ ഒരിടത്ത് എത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ അമ്മ നോക്കുമ്പോഴത്തേക്ക് അമ്മയുടെ മുന്നിൽ നല്ലൊരു ജോലിയുണ്ട്. മാജിക് കാരണം കുറച്ച് പേര് ഇപ്പം കൂടിപ്പോൾ എൻ്റെ ഫാമിലിയും കുറച്ചൊരു 10-30 പേർക്ക് എന്നെ അറിയാവുള്ളൂ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ കഴിഞ്ഞൊരു ദിവസം ഞാൻ താഴെ ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ എന്നെ നോക്കിയിട്ട് ഫോൺ നോക്കിയിട്ട് എടാ ഇത് നീ അല്ലേ? അപ്പോൾ ഞാനല്ലേ ഷടാ എന്നെ ആദ്യമായിട്ട് ഒരാൾ തിരിച്ചറിയുന്നത്. എൻ്റെ ലൈഫിൽ വളരെ റെയർ. ഇപ്പോൾ ചിലർക്കൊക്കെ എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം എല്ലാവരും കാണുമ്പോൾ തിരിച്ചറിയുന്നു. പക്ഷേ എന്നെപ്പോലൊരു സാധാരണ ഒരാൾക്ക് വലിയൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമിൽ വെച്ചിട്ട് നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ കൊള്ളാമല്ലേ, രസമാണ്, അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ചീട്ട് ഇഷ്ടമാണല്ലോ. അങ്ങനെ ചെറിയൊരു ഇൻഫെറിറ്റി എല്ലാവരും പോലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാജിക് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അവരെ വിളിച്ചിട്ട് ബ്രോ എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഇപ്പം ഞാനിപ്പം ശ്രീലക്ഷ്മി തുറന്നാലും വേണ്ടി നല്ല ടെൻഷനുണ്ട്, എനിക്ക് ആദ്യത്തെ 5 മിനിറ്റ് പാടായിരിക്കും. പക്ഷേ ഇത് അങ്ങോട്ട് പോകുമ്പം ഞാൻ ശരിക്കും എൻ്റെ മാജിക് ഞാൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് ഇതെന്താ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന്. എനിക്കിഷ്ടം അത്. നമ്മൾ സംസാരിക്കുന്ന പോലെ മാജിക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാൻ വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര കോൺട്രവേഴ്സിയാണ്. എന്നാലും ഇപ്പം ഞാനിപ്പം ചെറിയൊരു കുറിയൊക്കെ ഇട്ടിട്ട് ഇപ്പം ഒരു നോർത്തിലൊക്കെ പോയിരുന്നത് ഒരു കാവ്യമൊക്കെ വിരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സെയിം സാധനം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോണർ മാറാണ് ഒറ്റയടിക്ക്. മീൻസ് അത് ശരിക്കും ഞാനത് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ അത് പറഞ്ഞു. നമുക്കത് എപ്പോൾ വേണം നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് നമുക്കൊരു വേറെ ഡയമെൻഷനിലോട്ടാക്കാം. ഈ കാർഡ്സ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പോസിബിലിറ്റി ഉണ്ടെന്നാണ്. 1-2 ട്രിക്സിലൊന്നും ഈ സാധനം അവസാനിക്കുകയില്ല. സത്യം, ഒരു കാർഡ്സ് വെച്ചിട്ട് എത്ര ട്രിക്സ് കാണിച്ചേ. ഇപ്പം നമുക്കിപ്പം വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതൊരു കാർഡ് എടുത്തെന്ന് വിചാരിക്കുക. ഞാനിത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫേക്ക് ചെയ്യാനൊന്നുമില്ല. ഇപ്പം 6 ക്ലബ്സ് ഒരു കാർഡ് എടുക്കും. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന കാർഡ് ഡെക്കിൻ്റെ സെൻറ്ററിൽ പോകും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്കില്ലുണ്ട്. നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി കാർഡ് കൺട്രോൾ ചെയ്യുന്നത്.
ഇപ്പം ഈ ഡെക്കിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന സാധനം ഇപ്പം എനിക്കറിയാം ഓൾമോസ്റ്റ് മിഡിലുണ്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് ഷഫിൾ. സെക്കൻഡ് ഷഫിൾ ആകുമ്പോൾ എനിക്കിത് ഓൾമോസ്റ്റ് അറിയാം ടോപ്പിൽ നിന്ന് ഒരു 10 to 15 കാർഡ്സിൽ ഇതുണ്ടെന്ന് അറിയാം. ഇപ്പം ഞാൻ ഷഫിൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിത് ഓൾമോസ്റ്റ് വീണ്ടും ഒരു 16 വിശ്വസിക്കുന്നില്ല. എനിക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് വേണമെങ്കിൽ സെന്ററിലാണ് പരിപാടി. ഇതിപ്പം സെൻറ്ററിൽ നമ്മൾ ഈ സാധനം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് കാർഡ് വീണ്ടും ഇട്ട് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം ഈ കാർഡ് ഇപ്പം മൊത്തം തലയിരുന്നിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇത്രയും ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര മെനക്കേടാണ്. കാരണം എന്താ, എല്ലാ കാർഡും തലയിരുന്നിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ആ വെച്ച കാർഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ടാണ്. കാര്യം ഇപ്പോഴും നമുക്കതറിയാം സെൻറ്ററിലുണ്ടോ ഇല്ല, കട്ട് ചെയ്യാം, ഇത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു കാര്യം ഒന്നും ചെയ്യാതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാര്യം അതല്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര പാടായിരിക്കും. അതെന്ത് പാടാന്നറിയാമോ സോദര? അയ്യോ, പക്ഷെ അത് ഭയങ്കര രസം. അതും ഒരു പഴയ പുള്ളിക്കാരൻ്റെ ട്രിക്കാണ്. ഞാൻ പുള്ളിക്കാരൻ അറിയാണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കട്ടെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഇത് ഇത്രയും ഷഫിൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കുറേ ഇപ്പം എന്ത് പറയാൻ, ഇപ്പം നമുക്ക് ഈ ഇരിക്കുന്ന കാർഡ് 6 of clubs ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, ചിലർ പറഞ്ഞ് ഇരിക്കുന്ന 6 of clubs പ്രത്യേകതയാണെന്ന്. ഞാൻ ഈ 6 of clubs ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. മസ്താൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് പറയാമോ? ഓക്കെ, ഈ ഇരിക്കുന്ന കാർഡ് നോക്കാവോ? എന്നെ കാണിക്കണം, ജസ്റ്റ് നോക്കിയാൽ മതി. കാർഡ് ഓർക്കിരിക്കും. നമുക്ക് 6 of clubs ആവശ്യമില്ല. നമ്മൾ വേറൊരു എന്ത് പറ്റും, ഒരു സെക്കൻഡ് ഇത് ശരിയല്ലോ. സോറി, ഒരു സെക്കൻഡ്. ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇരിക്കുന്ന 6 നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ഈ ഇരിക്കുന്ന ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ചില സമയത്തുള്ള പ്രശ്നമാണ്. ഞാനിത് എവിടെയെങ്കിലും റിഫിൽ ചെയ്യാം. മസ്താനിക്ക് എപ്പോഴാണോ സ്റ്റോപ്പർ മതിയോ, കറക്റ്റ് മസ്താനി എവിടെ പറഞ്ഞാൽ അവിടെ എടുക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. മസ്താനി കാർഡ് നോക്കാവോ, വേറെ കാർഡ് നോക്കിയോളൂ. അപ്പം നമുക്ക് ഇതിപ്പം ഒരു ട്രിക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. ഞാനൊരു കാര്യം ഞാൻ വേറെ കാറിന് കണ്ടിട്ടാ സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യും. ഇപ്പം ഈ ഇരിക്കുന്ന 6 കാണാമല്ലോ. ഞാൻ ഈ ഇരിക്കുന്ന 6 മാറ്റിക്കഴിഞ്ഞാൽ ശേഷം ഒരു കാര്യം ജസ്റ്റ് പറയട്ടെ. മസ്താൻ ഒരു കാർഡ് പെട്ടെന്ന് എടുത്തല്ലോ. ഒരു സെക്കൻഡ് ടച്ച് ചെയ്ത് വെച്ചു. ഇപ്പം ഞാൻ മസ്താൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ കാർഡ് മസ്താനിയുടെ കാർഡാണെങ്കിൽ എങ്ങനെയാണ് 6 ആവാൻ വഴിയില്ല. കാരണം അത് പോസിബിൾ അല്ല. കണ്ടത് 9 അല്ലേ ആയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുന്ന സമയത്താണ് ഈ സാധനം പതുക്കെ മാറുന്നത്. മറ്റേ കാർഡ് ഓർമ്മ ഉണ്ടായിരുന്നു, അത് 9 ആയിരുന്നു. 9 ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, ഈ ബാക്കിയിരിക്കുന്ന കാർഡുകളെല്ലാം വേറെ, ഇതിനകത്തൊന്നും 6 ഇല്ല. ഇത് ആക്ച്വലി നിങ്ങൾ പറയുന്ന പോലെ ഇത് ഈ 6ന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ട്രിക്ക് ഏതാണോ, കാർഡ് ക്യാഷ് ആക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല? കാർഡ് ക്യാഷ് ആക്കിയത് ഒരു ദിവസം എങ്ങനെ 28,000 രൂപ ഉണ്ടാവും. പക്ഷെ അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അതിന് പകരം ഇപ്പം നമുക്ക് ആക്ച്വലി ഇരിക്കുന്ന കോയിൻ കാണാമല്ലോ. അപ്പം ഇത് കഴിഞ്ഞ തവണ കുറേ പേര് ഭയങ്കരമായിട്ട് അക്യൂസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇപ്പം ഈ കോയിൻ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ കയ്യിലിങ്ങനെ പതുക്കെ തിരിച്ചെടുക്കാനൊക്കെ പറ്റുമെന്ന്. അതൊന്നും പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്താണ് മറ്റേ കോയിൻ ഇരിക്കുന്നത്. ആൻഡ് ഈ കോയിൻ ഇപ്പുറത്തിരിക്കുമ്പോൾ മൂന്നാമത്തെ കോയിൻ ഇപ്പുറത്തേക്ക്. ശ്രദ്ധിച്ചില്ല ഞാൻ ഒരു കാര്യം. ഞാൻ ഈ ഇരിക്കുന്ന കോയിൻ ആണോ, ഇത് ആക്ച്വലി ഒരു പഴയ ട്രിക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. നമ്മളിപ്പം ഈ ഇടയ്ക്ക് ചെയ്ത സമയത്ത് കുറേ പേര് ഇഷ്ടംപോലെ സംശയം ചോദിച്ചത് എന്ന് വെച്ചാൽ കൈക്കകത്ത് കോയിൻ പോകുന്ന കാണാൻ പറ്റും, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് മറ്റേ കോയിൻ ഇരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ മൂന്നാമത്തെ കോയിൻ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് എടുക്കാം. സോ ഇതിപ്പോൾ മസ്താനി എന്തോ ഒരു അടുത്തുനിന്ന് ഈ സാധനം കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുണ്ട്, നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. അത് എന്ത് നല്ല മൊമെന്റ് ആണെന്നറിയാമോ അത്. ഇതിലൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് എങ്ങനെ ഈ സാധനം, കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നല്ലേ മറ്റേ സാധനം വരുന്നത്. ഇപ്പം ഞാനൊരു കാര്യം, ഇത് മൊത്തം എടുക്കുന്ന സമയത്തായിരിക്കും എൻ്റെ മൊത്തം കളർ മാറുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഈ ഇരിക്കുന്ന സാധനം ഈ ഗ്രീൻ പതുക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ ചെയ്യാം വെയിറ്റ്. ഗ്രീൻ നമുക്ക് ഇവിടെ ഇരിക്കില്ല. ഞാൻ ഈ ഇരിക്കുന്ന സാധനം പതുക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്തിൻ്റെ കളർ പോകും. തിരിച്ചെടുക്കുമ്പോൾ വീണ്ടും നോർമലാവും. വീണ്ടും ടൈറ്റ് ആക്കുമ്പോൾ ഈ സാധനം സിൽവർ ആവും. ഇച്ചിരി പ്രാന്താവുന്നില്ലേ? നമുക്ക് ഈ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആക്കുന്ന സമയത്ത് എൻ്റെ കളർ മാറുന്നത്. ഞാൻ വേണമെങ്കിൽ ആ സൈഡ് മൊത്തം സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് സാധനം എനിക്ക് വേണമെങ്കിൽ പതുക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം ഇത്രയേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നോക്കി ഈ ഇരിക്കുന്ന കോയിൻ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർ കഴിഞ്ഞോണ്ട് പറഞ്ഞാൽ സ്ലീവിൻ്റെ അകത്തുനിന്ന് കോയിൻ വരുന്നു, ഷർട്ടിൻ്റെ അകത്തുനിന്ന് വരുന്നു. ഈ ഷർട്ട് ഒരു ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും. അയ്യോ അത് മീൻസ് ഇഷ്ടം പോലെ. ഇപ്പം നമുക്ക് ഇവിടെ വേറെ ചൈനീസ് കോയിൻസ്, വേറെ സിൽവർ കോയിൻസ്, നമ്മളിപ്പോൾ നേരത്തെ കണ്ട കോയിൻസ് ഇഷ്ടം പോലെ. അത് പോയി. അല്ല, നിങ്ങൾ ആക്ച്വലി കോയിനിൽ നല്ല സാധനം. ഇപ്പം കോയിനിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം
നമുക്ക് ഇരിക്കുന്ന കോയിൻ കാണാൻ പറ്റും. ആൻഡ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഇരിക്കുന്ന കോയിൻ നേരെ കൈക്കകത്ത് പോകുന്ന കാണാൻ പറ്റും. പതുക്കെ എടുക്കുന്ന പോയിന്റിൽ ഇത് പുറത്തോട്ട് വരുന്നത് ശ്രദ്ധിച്ചില്ല. ഞാൻ വേണമെങ്കിൽ ഇതൊന്നും കൂടെ ചെയ്യാം. ഈ ഇരിക്കുന്ന കോയിൻ പോകും, കൈക്കകത്ത് കൂടെ വരുന്ന ലാസ്റ്റ് മൊമെന്റ് ഉണ്ടോ, അവിടെ നിന്നാണ് ഈ സാധനം തിരിച്ചു വരുന്നത്. ഈ ചില സമയത്ത് ഇത് മുകളിൽ നിന്ന് താഴോട്ട് വരും, അത് നമുക്ക് നോർമലാണ്. വളരെ റെയർ കേസിൽ ഈ സാധനം തിരിച്ചു പോകും. മാഗ്നറ്റ് ഒന്നും അല്ല, മാഗ്നറ്റ് അല്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതാ ഞാൻ സാധനം അത് മുകളിൽ വെച്ച് ഇനി ആരും ചോദിക്കില്ല. മാഗ്നറ്റ് അല്ല, വേണേ നോക്കാൻ കഴിയും. ഇത് ഭയങ്കര ചരിത്രമുള്ള കോയിനാണ്. ഇറ്റ്സ് കോൾഡ് മോർഗൻ സിൽവർ. 90% അലോയ്, 90% സിൽവറും 10% അലോയും ഉള്ള ട്രിക്കാണ്, ഒരു കോയിനാണ് അത്. ഞാൻ ഉണ്ടാക്കിയ കഥയാണ്, വലിയ കാര്യമായിട്ട്. അതെങ്ങനെ ചെയ്തേ? അതല്ലേ അതിങ്ങനെ പോയിട്ട് പിന്നെ മാജിക് പഠിക്കാൻ പ്ലാൻ ഉണ്ടോ? എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു തരാം. ആണല്ലേ, വേണ്ട കേട്ടോ. ഇല്ല ചോറാതെ. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ കോയിൻസിന്റെ അകത്ത് എനിക്ക് എന്താ പറയുന്നത്, കോയിൻസ് മറ്റേ അതെങ്ങനെ ആ കോയിന്റെ കളറൊക്കെ മാറി? ഓ അങ്ങനെ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക്. ഐ മീൻ ഞാൻ കുറേ സാധനം ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒരുപാടുണ്ടല്ലോ. ഇപ്പം മീൻസ് നോക്കി നോക്ക്, നല്ലൊരു എന്താ പറയുന്നത്. ഹായ്, ഇത് കൊള്ളാം. ഇതെന്താ? ഇത് ആക്ച്വലി ചൈനീസ് കോയിനാണ്. ഞാൻ ആക്ച്വലി പല മജീഷ്യൻസും വലിയ വലിയ ആൾക്കാർ മാജിക് ചെയ്യുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന കോയിൻസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോട്ടി സാധനം വാങ്ങണമെന്നില്ല. ഇഷ്ടം താഴെ അയാളുടെ തലയിൽ ഇടുത്തികൾ. ഇല്ല, ഞാൻ പ്രാഗ്യവർക്കൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു 1000 വർഷം പഴക്കമുള്ള ട്രിക്കാണ്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. കുറച്ചുപേര് അത്രയും പഴക്കമുള്ള ട്രിക്ക്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ കുറച്ചുപേരൊക്കെ ബാക്കിയുള്ളൂ. അവരും വൈകാതെ അങ്ങ് പോയിരുന്നെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ച് കുറഞ്ഞേനായിരുന്നു. സോറി. താങ്കളൊരു ക്രൂരൻ തന്നെ. ഇപ്പോൾ നമുക്ക് ബൈ ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ഇങ്ങനെ പതുക്കെ കോയിൻ എടുത്താൽ പുറത്തെടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് എനിക്ക് നിങ്ങൾക്ക് ഈ ടീഷർട്ടിൽ ഞാൻ പതുക്കെ ഇങ്ങനെ ഇട്ട് ഇവിടെ നിന്ന് പോയി തിരിച്ചെടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചത്, നോർമലി ഞാൻ മാജിക് കഴിഞ്ഞ തവണ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ച സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ കരുതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ 4 കോയിനുണ്ട്. സോ ഈ ഇരിക്കുന്ന 4 കോയിൻ പതുക്കെ പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ പറഞ്ഞാൽ പറന്നു വന്ന് കറക്റ്റ് നമ്മൾ മിഡ് എയറിൽ ആ സാധനം പിടിച്ചെടുക്കും. ഫൈൻ. ആദ്യത്തെ റൗണ്ട് ശ്രദ്ധിച്ചില്ല, കാര്യം ഞാൻ പറഞ്ഞിട്ടല്ലോ ചെയ്തത്. ഇത്തവണ നോക്കി, ഇവിടെ നമുക്ക് ഒരു കോയിനുണ്ട്, അടുത്ത കോയിനുണ്ട്, മൂന്നാമത്തെ കോയിനുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എന്താ നടക്കുന്നത്, ഇവിടെ നിന്ന് ഒരു കോയിൻ പതുക്കെ നേരെ സ്റ്റക്കായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ട്രിക്ക്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചത്, നിങ്ങൾക്ക് കോയിൻ ഇവിടെ വയ്ക്കാം. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് 2 കോയിൻ ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ സാധാരണ ട്രിക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത്, നീ കൈ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കോയിൻ നിൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നീ ഈ പറയുന്ന സാധനങ്ങൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഇത് ആക്ച്വലി ശ്രീലക്ഷ്മിയാണ് പറഞ്ഞത്, എടി നീ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആക്ച്വലി ഇത് ഏതാ കോയിനെന്നോ ഒന്നും സാധനം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കോയിൻ കാണാമല്ലോ, നിങ്ങളുടെ ടേബിളാണ്. അപ്പം ഞാൻ ഈ ടേബിളിൻ്റെ അടിയിൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് കൈ പ്ലേസ് ചെയ്യാം. ഫൈൻ. ആൻഡ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കോയിൻ കാണാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലാസ്സിൽ വയ്ക്കാം, അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുക, ഈ ഇരിക്കുന്ന കോയിൻ അടുത്ത സെക്കൻഡിൽ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് വാനിഷായി പോയി ടേബിളിൻ്റെ അകത്ത് കൂടെ പോയി പതുക്കെ താഴെ വീഴും. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ക്ലോസ് മാജിക്കില്ല, അടുത്തിരിക്കുമ്പോഴത്തേക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഭാഗ്യമൊക്കെ അല്ലേ. ഇത് ഞങ്ങളുടെ സ്വന്തം ടേബിൾ, ഇതിലോട്ടൊന്നുമില്ല. ആൻഡ് ഞാനിത് ഫസ്റ്റ് ഇത് ഭയങ്കര ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ മാജിക് ചെയ്യുമ്പോൾ ഞാൻ തന്നെ നോക്കും, എടാ അതല്ല രസമുണ്ടല്ലോ അത്, അങ്ങനെ തോന്നുന്ന നീ വരെ നമുക്കൊന്ന് ട്രൈ. കൈ ഇങ്ങനെ വയ്ക്കാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ ബോർ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ വഴിയൊന്നും. ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ കോയിൻ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കോയിൻ ട്രിക്കിൻ്റെ എന്താ, നേരത്തെ നമ്മൾ കാണ്ടെടുത്തപ്പോൾ പേപ്പർ വെയിറ്റ് പോലെ എന്നല്ലേ പറഞ്ഞു. കോയിൻ ആകുമ്പോഴത്തേക്ക് വെയിറ്റ് നമുക്ക് പക്കയായിട്ട് അറിയാൻ പറ്റും, ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കോയിൻ എടുക്കുന്ന സമയത്ത് മസ്താനിക്ക് കൈ പൂട്ടാം. ഇപ്പം 4 കോയിൻ ഉണ്ട്, ഇവിടെ നിന്ന് ഒരു കോയിൻ എടുക്കുന്ന സമയത്ത് മസ്താനിക്ക് കൈ പൂട്ടാം. കൈ അടച്ചോ, ഉത്തര പെട്ടെന്ന് കയ്യിൽ നഖം കൊണ്ടുവന്ന് കയ്യിലൊക്കെ പിടിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇരിക്കുന്ന കോയിൻ കാണാമല്ലോ, ഈ ഇരിക്കുന്ന കോയിൻ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കും, ഈ കോയിൻ നേരെ പോയിട്ട് നമ്മളിവിടെ കൊണ്ടിടും. അപ്പം അവൻ കൈ 4 ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ല, തുറന്നു നോക്ക്. ഇല്ലെങ്കിൽ നമ്മൾ 2 പേരും ഇവിടെ ഇരിക്കും കേട്ടോ. സോറി, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ ഗൈസ്, ഇത് മാഗ്നറ്റ് അല്ല. ആൾക്കാർ ഞാൻ വേറെ എന്തെങ്കിലും നല്ലതുണ്ടോ നോക്കട്ടെ. വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്റെ 3 ഉണ്ടായിരുന്നുള്ളൂ.
അത് ശരിക്കും എടുക്കുന്ന സമയത്ത് വെയിറ്റും ഫീൽ ചെയ്യില്ല നമുക്ക് ആ പോകുന്ന സാധനം. എനിക്ക് ആ ട്രിക്കിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ സീരിയസ്ലി കാണുന്നുണ്ട്. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എനിക്ക് കാണിക്കുന്നതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, വേറൊരാൾ കാണിക്കുന്നത് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാനത് മോഡിഫൈ ചെയ്ത് സാധനം കൊണ്ടുവരുന്നതാണ്. ഇതിനൊക്കെ പേര് കൊണ്ട് ഇതിനൊക്കെ നാളുള്ള ആൾക്കാരാണ്, മീൻസ് അങ്ങനെ ചുമ്മാ. ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ സാധാരണ ഇത് ഇവളുടെ ഐഡിയ ആയിരുന്നു. ഷോർട്ട് ഗ്ലാസ് നീ ട്രൈ ചെയ്ത് നോക്കും, തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആയിരുന്നു. നല്ല ഐഡിയ ഇപ്പം നമുക്ക് ഈ ടേബിളിന്റെ അടിയിൽ കൂടി പോയിട്ട് അത് ഈശ്വര ഇപ്പം എന്താ പറയുക, നമുക്ക് കോയിൻ കാണാൻ പറ്റുള്ളൂ. അതിലിരിക്കുന്ന ഒരു കോയിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പോകും, ആൻഡ് അടുത്ത കോയിൻ വീഴുന്ന ശബ്ദം കേൾക്കാൻ പറ്റും, ആൻഡ് അടുത്തത് വീഴുന്ന നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇപ്പുറത്തോട്ട് വരും. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ കോയിൻ പതുക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകും. കണ്ടില്ല? ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇരിക്കുന്ന ക്യാപ്പിൻ്റെ അകത്തുണ്ടോ? ക്യാപ്പിൻ്റെ അകത്തുണ്ടോ? ശരിയാണ്. അത് ഇടയ്ക്ക് എൻ്റെ അകത്ത് കയറിപ്പോ. അത് ഞാൻ ഇടയ്ക്ക് സൈക്കോ ചിരി ഇത് കഴിയുമ്പോഴൊക്കെ എനിക്ക് ചിലപ്പോ എന്താ ചെയ്യുന്ന. ഞാനൊരു കാര്യം ചെയ്യാം. വന്ന എൻ്റെ അടുത്ത് ചോദിച്ചതല്ലായിരുന്നു ഒരു ട്രിക്ക് പഠിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പിക്കുന്നതിൽ ആക്ച്വലി ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഇത് ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഈ പൊടി അറിയാമോ? ഈ പൊടി എന്ന് വെച്ചാൽ ചെറിയ പൊടിയുണ്ട്, നമ്മളിങ്ങനെ പതുക്കെ എടുക്കുമ്പോൾ പൊടി വലുതാണ്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന പൊടി വെച്ചിട്ടായിരിക്കും വാടിച്ച് വയ്ക്കും. ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന സാധനമുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന ബോൾ പതുക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏത് കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്? ഈ കൈ. ഓക്കെ, നമുക്ക് പ്രാഗേണ്ടി വരും. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മളിത് പതുക്കെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഏത് കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്? ഈ കൈ. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ബോൾ പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശേഷം ഏത് കയ്യിലാണ് ബോൾ ഇരിക്കുന്നത് ചോദിക്കും. പറഞ്ഞോ. ഈ കൈ. മറ്റേ കൈ തുറന്ന് കാണിച്ചു. നല്ല ട്രിക്കായിരുന്നു, പറഞ്ഞു തരണ്ടായിരുന്നു. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കയ്യിൽ ഇത് മുറുക്കെ പിടിക്കും. ഇതിപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇത് കാണുന്ന മെജീഷ്യൻസ് ദയവ് ചെയ്ത് പ്രാഗരുത്. അപ്പം പ്രാഗുന്നെങ്കിൽ മസ്താനി പറഞ്ഞിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അവളെ തന്നെ പ്രാഗിക്കുള്ളൂ. അപ്പം ഈ സാധനമാണ്. അപ്പം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബോളുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ബോൾ നമ്മളിങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ച് വെച്ചേക്കും. അപ്പോൾ 2 കയ്യിലും ബോളുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതാ ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ എടുത്ത് പുറത്തോട്ട് പോകും. അപ്പോൾ 2 കയ്യിലും ബോളുണ്ടല്ലോ. അപ്പോൾ മസ്താനി ഏതാണോ പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റ് കയ്യിലായിരിക്കും നമ്മൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് കാണിച്ചിട്ട് ഇതിങ്ങനെ പിടിക്കരുത്. ഇതിങ്ങനെ പിടിച്ചുള്ള പ്രശ്നം എന്താ? തുറക്കാൻ പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ കൈ വെച്ചിട്ട് തന്നെ ഇത് പിക്ക് ചെയ്ത് എടുക്കും. അപ്പം നമ്മൾ ഈ കൈ എംപ്റ്റി ആയിട്ട് തോന്നും. പക്ഷേ നല്ല സീക്രട്ട് ആണല്ലേ പറഞ്ഞോളൂ. ഒന്നും കൂടെ ഞാനിപ്പോൾ മസ്താനി ഇപ്പം ഈ കൈയാണ് പറഞ്ഞെങ്കിൽ ഞാൻ തുറന്നിട്ട് ഇതിങ്ങനെ പതുക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ ശരിക്കും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരെണ്ണം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഈ 2 ബോൾ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ബോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ പിടിക്കുക, ഇവിടെ ഇത് വെച്ചതിന് ശേഷം നമ്മളിത് ഫുള്ളി ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ബാക്കി കൂടെ എടുത്തിട്ട് വരും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഏത് കയ്യിലെ ബോൾ ഇരിക്കുന്നതെന്ന് ചോദിക്കും. മസ്താനി പറഞ്ഞു. ജസ്റ്റ് ആ ട്രിക്കിന് കൂടെ പ്ലേ ചെയ്താൽ മതി. മീൻസ് ശരിക്കും എവിടെയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. അപ്പം ഇത് പറയുമല്ലോ. അപ്പം നമ്മൾ ഈ കയ്യിലില്ല എന്ന് പറയും. ഈ കൈ തുറക്കുമ്പോഴത്തേക്കും എൻ്റെ അത് ബോളില്ല. ബോൾ മാത്രമേ ഉള്ളായിരുന്നു. പഠിപ്പിച്ചു തരുമോ വിചാരിച്ചത്?